മഹാനായ ചട്ടമ്പി സ്വാമികൾ അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ഇന്ന്. ചട്ടമ്പി സ്വാമികളുടെ മഹത്വം എത്രമാത്രം വലുതാണ് എന്നറിയാൻ വിവേകാനന്ദ സ്വാമികളെ പോലും അത്ഭുതപ്പെടുത്തിയ യോഗിവര്യനാണ് ചട്ടമ്പി സ്വാമികൾ എന്നുള്ളതാണ്. ലോകപ്രസിദ്ധനായ ലോകം മുഴുവൻ കണ്ട സ്വാമി വിവേകാനന്ദനാണ് ചട്ടമ്പി സ്വാമികളുടെ മുമ്പിൽ താൻ വെറും ഒരു കൊതുകിന് തുല്യമാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യോഗി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ മഹത്വത്തെയാണ് അത് കാണിക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ ചട്ടമ്പി സ്വാമികൾക്ക് കൊടുത്തിരിക്കുന്ന പല വിശേഷണങ്ങളിൽ ഒരു വിശേഷണം സർവജ്ഞൻ എന്നുള്ളതാണ്. വേദങ്ങൾ, ഉപനിഷത്തുക്കൾ, ദർശനങ്ങൾ, തത്വചിന്ത, പ്രകൃതി, ജീവജാലങ്ങൾ എന്നു വേണ്ട അനേകം ഭാഷ, വ്യാകരണം, ചരിത്രം, മറ്റ് വൈജ്ഞാനിക ശാഖകൾ, വൈദ്യം, ഇങ്ങനെ നമ്മുടെ വിജ്ഞാന ശാഖകളെ എടുത്താലും ആ വൈജ്ഞാനിക മേഖലകളിലൊക്കെ അസാമാന്യമായ അറിവുണ്ടായിരുന്നയാളാണ് ചട്ടമ്പി സ്വാമികൾ എന്നുള്ളത് വീണ്ടും വണ്ണം മലയാളികൾ ഗ്രഹിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇപ്പോഴും സംശയമാണ്. അഹിംസയുടെ ആഴം എത്രമാത്രം ഉണ്ട് എന്നറിയാൻ അദ്ദേഹത്തിൻ്റെ ജീവകാരുണ്യ പഞ്ചകം എന്ന ഒരൊറ്റ ചെറിയ കൃതി മാത്രം വായിച്ചാൽ മതി. ജീവകാരുണ്യ പഞ്ചകത്തിൽ ഈ അഹിംസ എന്നുള്ളത് വെറും ഒരു ഹിംസിക്കാതിരിക്കൽ മാത്രമല്ല ഏത് ചെറു പ്രാണിയോടും കീടങ്ങളോടും അടക്കം അതിനോടുള്ള ഒരു താതാത്മ്യത്തെയാണ് അദ്ദേഹം അഹിംസ എന്നുള്ള നിലയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്, ആവിഷ്കരിച്ചിരിക്കുന്നത്. ചെറുപ്രാണികൾ, പാമ്പുകൾ, കീടങ്ങൾ, പക്ഷികൾ എന്ന് വേണ്ട ഈ ജീവജാലങ്ങളോടൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം, ഉറുമ്പുകളോട് സംസാരിക്കുന്നു എന്ന് വരെ നമ്മൾ ചരിത്രത്തിൽ, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ വായിച്ചു കേട്ടിട്ടുണ്ട്, പലരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അത്രമാത്രം ഈ ജൈവികമായ ജീവിപരമായ കാര്യങ്ങളെ സംബന്ധിച്ച് അഹിംസ എന്നുള്ളത് വെറും ഒരു നയം അല്ല എന്നുള്ള ആശയം സത്യത്തിൽ ഇത്രയും ആഴത്തിൽ ആധുനിക ഭാരതത്തിൽ അവതരിപ്പിച്ച മറ്റൊരാളുണ്ടോ എന്ന് സംശയമാണ്. അദ്വൈതത്തിൻ്റെ പ്രചാരത്തോടൊപ്പം അധിനിവേശത്തിൻ്റെ അപകടവും കൂടി എന്താണെന്ന് അദ്ദേഹം ഒരേ സമയം നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ശിഥിലമായിക്കൊണ്ടിരുന്ന ഹിന്ദു സമൂഹത്തെ അറിവും ആത്മവിശ്വാസവും നൽകി നിലനിർത്തുക മാത്രമല്ല, അറിവില്ലാത്ത ഒരു സമൂഹം, ഏതൊരു സമൂഹവും നശിച്ചു പോകും എന്ന് മാത്രമല്ല, അത്തരം സമൂഹത്തിന് അറിവ് പകർന്നു നൽകുക മാത്രമല്ല, ആത്മവിശ്വാസം നൽകേണ്ടത് എങ്ങനെയാണ് എന്നും കൂടി അദ്ദേഹം മനസ്സിലാക്കി. ശ്രീനാരായണ ഗുരുദേവന്റെ വിശേഷണം ഒന്നുകൂടി ആവർത്തിച്ചാൽ, എല്ലാ അർത്ഥത്തിലും സർവജ്ഞനായ, ഏതർത്ഥത്തിലും ആദരണീയനായ, ഏത് സാഹചര്യത്തിലും അവതരിപ്പിക്കപ്പെടാൻ കഴിയുന്ന ഒരു ദിവ്യനായ ആദർശ പുരുഷനായിരുന്നു ചട്ടമ്പി സ്വാമികൾ എന്നുള്ളത് അദ്ദേഹത്തിന് ഇനിയും വേണ്ടും വണ്ണം മലയാളികൾ പഠിച്ചിട്ടില്ല, പിന്നല്ലേ ഭാരതീയർ പഠിക്കുന്നത്. അതുകൊണ്ട് ഈ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള ചിന്തകളിലെങ്കിലും ചട്ടമ്പി സ്വാമികളുടെ അത്തരം ജീവിത വീക്ഷണങ്ങളെക്കുറിച്ചും ദർശനങ്ങളെക്കുറിച്ചും പഠിക്കാൻ, പ്രചരിപ്പിക്കാൻ, അത് സ്ഥാപിച്ചെടുക്കുവാൻ എല്ലാവരും ശ്രമിക്കേണ്ടതാണെന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. ഇന്നലകൾ ഇന്ന് പവേർഡ് ബൈ ഹോട്ടൽ ചിത്ര, പ്യുവർ വെജിറ്റേറിയൻ, മാർത്താണ്ഡം, കന്യാകുമാരി, നാഗർകോവിൽ.